കോതമംഗലത്ത് LDFന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. തുടർഭരണം ഉറപ്പെന്ന ഉദ്ഘാടനം നിർവഹിച്ച CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. സ്വരാജ് പറഞ്ഞു. കോതമംഗലത്ത് ആന്റണി ജോണും തുടർ വിജയം ഉണ്ടാകും. നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കും കൺവെൻഷനിൽ രൂപം നൽകി. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോണിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിക്കൊണ്ടാണ് നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. സ്വരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. LDF സർക്കാരിന് തുടർഭരണം ലഭിക്കുമെന്നും ആന്റണി ജോൺ കോതമംഗലത്ത് വീണ്ടും വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷത്തെ ഭരണത്തിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങളാണുണ്ടായത്. UDFന് വോട്ട് ചെയ്ത് പഴയ കാലത്തേക്ക് തിരിച്ചുപോകാൻ ജനങ്ങൾ ആഗ്രഹിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ വികസന മുന്നേറ്റം തുടരണമോ വേണ്ടയോ എന്നതാണ്. പെൻഷൻ അവസാനിക്കണമോ? കേരളത്തിലെ സ്കൂളുകൾ അടച്ചുപൂട്ടണോ? കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനം, ഇപ്പൊ റോഡുകളുടെ സ്ഥിതികൾ കാണുന്നില്ലേ? പണ്ടെന്തായിരുന്നു സ്ഥിതി? കേരളത്തിലെ റോഡുകളിലെമ്പാടും വലിയ കുഴികൾ മൂടുന്നില്ല. അവിടെ ഇരുചക്ര വാഹനങ്ങൾ, എല്ലാ ചക്രവാഹനവും വീഴുന്നു. പല നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളും മരിച്ചു പോകുന്നു. കുറച്ച് ഭാഗ്യമുള്ളവർ എല്ലൊടിഞ്ഞ് രക്ഷപ്പെടുന്നു. ഇതായിരുന്നില്ല സ്ഥിതി. അന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ ഒരു ജനകീയ സമരം വളർന്നു വന്നു. എന്താണ് സമരം? റോഡിലെ കുഴികളിൽ വാഴ നടുക. അതായിരുന്നു ഓരോ ദിവസവും കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ റോഡുകളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ വന്ന് വാഴ നടുകയും. അതായിരുന്നു സ്ഥിതി. ഇപ്പൊ കേരളത്തിൽ എവിടെയെങ്കിലും റോഡിൽ വാഴ നടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും എന്താ നടാത്തത്? കോൺഗ്രസ്സുകാർ വാഴയൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുകയാണ്. നടാൻ ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ടേ നടാൻ. സ്ഥാനാർത്ഥി ആന്റണി ജോൺ, CPM ജില്ലാ സെക്രട്ടറി S. സതീഷ്, R. അനിൽകുമാർ, KA ജോയി, PT ബെന്നി, PK രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം.